ഈ വീഡിയോയിൽ ആദ്യമേ നമ്മൾ ടിബറ്റിൽ നിന്ന് തുടങ്ങാം. ടിബറ്റിൽ ഇന്നലെ രാവിലെ അതിശക്തമായ ഭൂചലനം, ഏതാണ്ട് 7.1 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂചലനം. ഏതാണ്ട് 10 കിലോമീറ്റർ താഴ്ചയിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രകമ്പനം സ്റ്റാർട്ട് ചെയ്തത്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതിൻ്റെ ഒരു വ്യാപനം എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ സറൗണ്ടിങ്ങിലാണ് ഇതിൻ്റെ ഒരു വ്യാപനം. ഇത് ഹിമാലയ മലനിരകളുടെ ആ ഒരു ഭാഗത്താണ് ഇത് ഉണ്ടായത്. ഏറ്റവും ക്ലോസർ പ്രോക്സിമിറ്റി ആയിട്ടുള്ള സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഠ്മണ്ഡു ആണ്. അപ്പോൾ അത് നേപ്പാൾ, അതേപോലെ തന്നെ ചൈന, നേപ്പാൾ, ടിബറ്റ്, ഭൂട്ടാൻ, ഇന്ത്യ ആണ്. ആ ഒരു ഏരിയയിലാണ് ഈ ഒരു ഭൂചലനം സംഭവിച്ചത്. ഇതിൽ 7.1 എന്ന് പറയുമ്പോഴത്തേക്കും റിക്ടർ സ്കെയിലിൽ കൂടിയ അളവിലുള്ള ചലനമാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 120 മരണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 186 പേര് അതിരൂക്ഷമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതാണ് ഇപ്പം നിലവിലുള്ളൊരവസ്ഥ. ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ബേസ് ക്യാമ്പ്, അതായത് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന റൂട്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും സഞ്ചാരികളുടെ തിരക്കും നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് ഉള്ള സ്ഥലമാണ്. അങ്ങനെയാണ് ഇത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലകൾ വരെ കുലുങ്ങി നിന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇതിന്റെ ഒരു കുലുക്കം മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ പോയി വീണ്ടും, അതായത് മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ കുലുങ്ങി വീണ്ടെടുത്ത് വീണ്ടും ചലനം വന്നുകൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ്. ആ രീതിയിലാണ്. അതല്ല ഒരു കുലുക്കം കുലുങ്ങി പോയി എന്നല്ല, ഇത് വീണ്ടും ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 3600-ലധികം വീടുകൾ പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു 2-3 ദിവസം, ഒരാഴ്ചയോടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ രീതിയിലാണ് ഈ ഒരു അപകടം. കാരണം ഇത് ഫുൾ ആൻഡ് ഫുൾ ഒരു മൗണ്ടൻ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് വീടുകൾ പല ഏരിയയിൽ ഉള്ളിലുള്ള വനങ്ങളിലൊക്കെയാണ് ഉള്ളത്. കാരണം ഹിമാലയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു പല മേഖലകളിലായിട്ടാണ് താമസിക്കുന്നത്. അല്ലാതെ ഒരു ഏരിയയിൽ ഒരു സിറ്റി പോലെ താമസിക്കുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ നാശനഷ്ടങ്ങൾ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരാഴ്ച മുതൽ 20 ദിവസമെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഇത് പ്രാഥമികമായിട്ട് വന്ന റിപ്പോർട്ടിലാണ് ഇത്രയും നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് ചെറിയ വില്ലേജുകളിലായിട്ട് ഏതാണ്ട് 7000-ഓളം ആൾക്കാർ താമസിക്കുന്നുണ്ട് ഈ ഒരു 20 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ തന്നെയാണ് പറയുന്നത്. അത് ചെറിയ വില്ലേജുകൾ, ചെറിയ 20-27 വില്ലേജുകൾ. കാരണം ഇതൊക്കെ ചെറിയ ഗോത്ര ടൈപ്പുള്ള ട്രൈബൽ വില്ലേജുകളാണ്. ആ വില്ലേജുകളിലായിട്ട് ഏതാണ്ട് 7000 മനുഷ്യർ ജീവിക്കുന്നുണ്ട് ആ ഒരു സറൗണ്ടിങ്ങിൽ. 20 കിലോമീറ്റർ സറൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വട്ടം വരച്ചോളൂ 20 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ. അപ്പൊ അത്രയും ഏരിയയാണ്, അത്രയും ഡയമീറ്റർ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 20 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ ആ രീതിയിൽ നല്ലൊരു കുലുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അതിദാരുണമായ ഒരു സംഭവമായിട്ട് 2025 ഇപ്പൊ ആദ്യമേ തന്നെ ഈ ഒരു കുലുക്കത്തോടു കൂടി അങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് ഇന്ത്യൻ ടൈം രാവിലെ 9:05 ഈ ഒരു കുലുക്കം രേഖപ്പെടുത്തിയത്. ഇതാണ് ഏഷ്യൻ സൈഡിൽ കവർ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വാർത്ത. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഞാൻ അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. മിഡിൽ ഈസ്റ്റിൽ വളരെ നിർണായകമായ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറാകുന്നു. കാരണം വേറെ ഒന്നുമില്ല, അവർക്ക് പൊളിറ്റിക്കൽ പ്രഷർ, അതേപോലെ തന്നെ അവിടുത്തെ ക്രൈസിസ്, ഇതെല്ലാം കൊണ്ടുവന്ന് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു യുദ്ധത്തിലേക്ക് പോയാലോ എന്ന് ഇറാൻ ഒന്ന് ആലോചിക്കുന്നതായിട്ട് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് എന്താണ് പറയുന്നത് പറഞ്ഞാൽ ഇവർ ഇസ്രായേലിന്റെ മേളിൽ ഒരു അറ്റാക്ക് കൃത്യമായിട്ട്, അതായത് ഈ ഒരു US ആ ഒരു ഗവൺമെന്റിന്റെ ചേഞ്ച് ഓവർ, അതായത് ട്രംപ് അഥവാ ബൈഡൻ വിരമിക്കാൻ ഒരു 3 ദിവസം ഇരിക്കെ ഒരു അറ്റാക്ക് നടത്താം. അപ്പൊ അഥവാ ആ ഒരു ടൈമിൽ ഒരു 3 ദിവസം കൊണ്ട് ബൈഡൻ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറാവില്ല. ആ ഒരു സാഹചര്യം നമ്മൾ മുതലാക്കിക്കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന് ചാർജ് എടുക്കുന്ന ട്രംപും അങ്ങനെ ഭരണം ഏറ്റെടുത്ത ഉടനെ ഒരു തിരിച്ചടിക്ക് തയ്യാറാവില്ല. എന്തായാലും ഒരു സംസാരത്തിന് ഒരു ഡയലോഗ് ഡിപ്ലോമസിക്കായിരിക്കും തുടക്കം കുറിക്കുക. അപ്പൊ ആ ഒരു സാഹചര്യം മുതലെടുത്ത് കുറച്ച് മിസൈലുകൾ ഇസ്രായേലെ എയിം ചെയ്ത് വിട്ടാലോ എന്നുള്ള ആലോചനയിൽ ഇറാൻ ഇരിക്കുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതേസമയം ഇസ്രായേൽ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്യുന്നത് ഇറാന്റെ ഉള്ളിൽ എയർ സ്ട്രൈക്ക് അല്ലെങ്കിൽ സീക്രട്ട് ഓപ്പറേഷൻ, ഈ 2 മാർഗങ്ങളിലൂടെ ഇറാന്റെ ന്യൂക്ലിയർ താവളങ്ങൾ അടിച്ചു തകർക്കാനുള്ള പ്ലാനാണ്, പദ്ധതി അണിയറയിൽ ഇസ്രായേൽ ഒരുക്കുന്നുണ്ട്. ഇത് ഇറാൻ പറയുന്ന പോലുള്ള ഒരു വാക്കല്ല ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ മാസങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ ഡേറ്റാസ് അവർ പുറത്തുവിടുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഒരു ലെവലിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും എസ്കലേറ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പിന്നെ ഇറാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വളരെ സുപ്രധാനമായ ഒരു കാരണം കൂടെയുണ്ട്. ആ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ UAE, USA, ഇസ്രായേൽ, ഇവർ 3 പേരും തമ്മിൽ ഒരു നിർണായകമായ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയിൽ വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ UAEക്ക് ഗാസയെ റൂൾ ചെയ്യാം, ടെമ്പററി ആയിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ട് എന്നുള്ള ഒരു വിഷയം UAE, ഇസ്രായേൽ, US 3 പേരും കൂടെ കൂടി ചേർന്ന ഒരു ചർച്ചയിൽ സംസാരിച്ചിട്ടുണ്ട്.
ഇത് UAE ഭാഗത്ത് നിന്ന് ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാർത്ത US ഭാഗത്ത് നിന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നോ കമന്റ്സ് ആണ് വന്നത്. കാരണം ഇതിലൊരു തീരുമാനമായിട്ടില്ല, അതുകൊണ്ടാണ് നോ കമന്റ്സ് വരുന്നത്. ഓക്കെ, എനിവേ ഇപ്പൊ ഇത് എന്താണ് ഇവർ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൽക്കാലം പ്രാഥമികമായിട്ട് ഈ ഗാസയെ എങ്ങനെ ശരിപ്പെടുത്തിയെടുക്കാം, എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യാം, എങ്ങനെ ഇതിന്റെ ഗവർണൻസ് കൊണ്ടുപോകാം എന്നുള്ള ഒരു ചർച്ചയാണ് അവിടെ ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പൊ അതിൽ UAEയുടേതായിട്ടുള്ള ചില വിഷൻസ് അവിടെ ഷെയർ ചെയ്തു. അതിൽ ഭാഗികമായിട്ടും അതേപോലെ പൂർണ്ണമായിട്ടും എതിർത്ത ചില സാഹചര്യങ്ങളുണ്ട് ഇസ്രായേൽ, അതേപോലെ ഭാഗികമായിട്ട് അക്സെപ്റ്റ് ചെയ്ത ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് പാലസ്തീനിയൻ അതോറിറ്റി, അഥവാ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാലസ്തീനിയൻ അതോറിറ്റിയുമായിട്ട് ഒരു കൺസെൻസിൽ ഏർപ്പെട്ടുകൊണ്ട് UAE ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫോഴ്സിനെ ഏർപ്പെടുത്തി UAE ഡയറക്റ്റ് ആയിട്ട് ഗാസ കൺട്രോൾ ചെയ്യാം. വെസ്റ്റ് ബാങ്കും പാലസ്തീനിയൻ അതോറിറ്റിയും ആ ഒരു ഏരിയ, ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ജുദേയ, സമാരിയ ഈ ഭാഗത്ത് ഉള്ള പാലസ്തീൻ സെറ്റിൽമെന്റ് ഏരിയാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു പാലസ്തീൻ ഏരിയാസും അതേപോലെ തന്നെ പാലസ്തീനിയൻ അതോറിറ്റി എന്ന് വിളിക്കപ്പെടുന്ന വെസ്റ്റ് ബാങ്കിലെ ആക്ച്വൽ പാലസ്തീനായിട്ട് ഇപ്പൊ അറിയപ്പെടുന്ന ആ ഒരു സ്ഥലവും, ഈ രണ്ട് സ്ഥലവും സെപ്പറേറ്റ് സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ ആയിട്ട് അങ്ങ് പ്രഖ്യാപിക്കാൻ. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഇസ്രായേലിനുണ്ട്, അത് ഞാൻ പറയാം. പക്ഷെ അതേസമയം ഗാസയെ സെപ്പറേറ്റ് ആക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാസയെ സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റ് ഏരിയ അണ്ടർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ആ രീതിയിലാണ് വരുന്നത്. ജോയിന്റ് വിത്ത് യുഎസിന്റെ നേതൃത്വത്തിൽ എന്നുള്ള രീതിയിലാണ്. അപ്പൊ US പറയുന്നത് യുഎസിന്റെ നേതൃത്വത്തിൽ മാത്രമല്ല, ഇത് ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഇതിനകത്ത് വരട്ടെ, ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ നിയന്ത്രണത്തിൽ ഗാസയെ നമുക്ക് റൂൾ ചെയ്യാം, അതായിരിക്കും നല്ലത് എന്നുള്ള ഒരു അഭിപ്രായമാണ് US ഭാഗത്ത് നിന്ന് വരുന്നത്. പക്ഷെ അതേസമയം വെസ്റ്റ് ബാങ്കും പാലസ്തീനിയൻ അതോറിറ്റിയും സെപ്പറേറ്റ് പാലസ്തീൻ സ്റ്റേറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഇസ്രായേലിന് ചെറിയ വിയോജിപ്പുണ്ട്. അതായത് പാലസ്തീനിയൻ അതോറിറ്റി അവിടെ നിൽക്കട്ടെ, ഓക്കെ, പക്ഷേ ഈ ജുദേയ, സമാരിയ എന്ന് പറയുന്ന ആ ഒരു വെസ്റ്റ് ബാങ്കിന്റെ ആ ഒരു ഭാഗം കൃത്യമായിട്ട് ഇസ്രായേൽ ഓൾറെഡി തന്നെ ഈ അനക്സേഷൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന 2 പ്രദേശങ്ങളാണ്. അപ്പൊ അതിൽ ചെറിയ വിയോജിപ്പുണ്ട്. ഓപ്പൺ ആയിട്ട് വെസ്റ്റ് ബാങ്ക് അനക്സേഷന്റെ കാര്യമൊന്നും ഈ ഒരു ചർച്ചയിൽ നെതന്യാഹു ഉന്നയിച്ചില്ല. പക്ഷെ അതേസമയം നെതന്യാഹു ഈ ഒരു പാർട്ടിനെ എതിർത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ അഥവാ നെസറ്റിൽ ഈ വിഷയം അവതരിപ്പിച്ച് അവരുടെ ജോയിന്റ് മീറ്റിംഗ് എടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയാൻ പറ്റൂ. അതേസമയം UAE ഇത്തവണ പറഞ്ഞിരിക്കുന്നത്, അഥവാ ഞങ്ങളുടെ ഈ ഒരു പ്രപ്പോസൽ ഇത്തവണ തഴയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത്തവണ ഇത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ UAE അതിന്റെ റൂളിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഗാസയുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരു പ്രപ്പോസൽ വെക്കില്ല എന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. ഇത് UAEയുടെ നിലപാടാണ്. UAE എപ്പോഴും വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്. UAEയുടെ കീഴിൽ പല രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് അഡ്മിനിസ്ട്രേഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഗാസ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. പക്ഷേ ഇസ്രായേലിന് അതിനോട് ഇപ്പോൾ യോജിപ്പില്ല. കാരണം UAE ഒരു പോയിന്റ് കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആ ആഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ്തീനിയൻ അതോറിറ്റി ഉണ്ടായതെന്ന് പറഞ്ഞാൽ 1993-95 കാലഘട്ടങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത്. ഓസ്ലോ കരാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഇസ്രായേലും പാലസ്തീനും ഇത് സൈൻ ചെയ്ത് എഗ്രി ചെയ്തതാണ്. അങ്ങനെയാണ് ഈ പാലസ്തീനിയൻ അതോറിറ്റി വരുന്നത്. പക്ഷേ 2007 പൂർണ്ണമായും ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റിയെ ഗാസയ്ക്കുള്ളിൽ നിന്നും ഹമാസ് തീവ്രവാദികൾ അടിച്ചു ഓട്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ 2007 ശേഷം ഈ പാലസ്തീനിയൻ അതോറിറ്റിക്ക് യാതൊരു റോളും ഈ ഗാസയ്ക്കുള്ളിലില്ലായിരുന്നു. അതായത് ഒരു ഓപ്പോണന്റ് പാർട്ടി ഒന്നും ഇല്ലാണ്ട് അങ്ങ് ഏകാധിപത്യ ഭരണമായിട്ട് ഹമാസ് തീവ്രവാദം തുടരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ ഒരു ഗാസ തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടത്. 2007 മുതൽ ഒരു ഇലക്ഷനോ ഒന്നും തന്നെ ഇല്ല. സർവാധികാരം അങ്ങ് തുടരുകയാണ് ഗാസയ്ക്കുള്ളിൽ. 2024 വരെ ഇത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പൊ ഇതുകൊണ്ട് പാലസ്തീനിയൻ അതോറിറ്റി ഓൾറെഡി തന്നെ ഇസ്രായേൽ പയറ്റി തെളിഞ്ഞതാണ്. പാലസ്തീനിയൻ അതോറിറ്റിയെ കൊണ്ട് അവിടുത്തെ തീവ്രവാദികളെ ഒരിക്കലും അവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ എക്സാമ്പിൾ ഒരുപാട് തവണ ഇസ്രായേൽ കണ്ടിട്ടുണ്ട് എന്നാണ് നെതന്യാഹു അങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പാലസ്തീനിയൻ അതോറിറ്റിക്ക് ഈ ഒരു ഗാസയുടെ കൺട്രോൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുമായിട്ട് യോജിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഫോഴ്സ് ആയിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു, as long as സൗദി ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റി വെക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ ഇത് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഫോഴ്സ് ആയിട്ട് അവിടെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം ഇത് പാലസ്തീനിയൻ ടെറിട്ടറിക്ക്, ഈ പാലസ്തീനിയൻ അതോറിറ്റിക്ക് തന്നെ വീണ്ടും ഗാസ കൈമാറുന്നുവെങ്കിൽ ഇസ്രായേൽ അതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വിവരങ്ങൾ റോയിറ്റേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ ക്ലോസ് ഡോർ മീറ്റിംഗിൽ നടന്നെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അതായത് ക്ലോസ് ഡോർ എന്ന് പറഞ്ഞാൽ അടച്ചിട്ട മുറിയിൽ കുറച്ച് നേരം ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയെക്കുറിച്ച് ആരും തന്നെ വെളിയിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ UAEക്ക് ഒരു പ്രധാന റോൾ വരുന്നത് വെച്ചാൽ UAE കൃത്യമായിട്ട് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ സൗദി UAE ഇസ്രായേൽ ബന്ധം നോർമലൈസേഷന് കൊണ്ടുവരണം.
അത് വന്നാൽ മാത്രമേ ഈ ഒരു പദ്ധതി, ഗൾഫ് മേഖലയിൽ നടക്കുന്ന പല പദ്ധതികൾക്കും ഒരു ലെവറേജ്, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രായേലിൽ നിന്നും കുറച്ച് ലെവറേജ് ഈ ഒരു കൺട്രീസ്, ഈ അറബ് കൺട്രീസ് ഇപ്പൊ തന്നെ നേടുന്നുണ്ട്. ഈ ലെവറേജ് മേടിക്കുന്ന കൺട്രീസ് ആണ് ഇപ്പൊ ഇതിനകത്ത് കൂടുതലും ഇസ്രായേലിനെ ഒന്ന് റിസോൾവ് ചെയ്ത് ഈ ഒരു പ്രശ്നം, അതായത് ഇസ്രായേൽ ഗാസ വിഷയം ഒന്ന് സോൾവ് ചെയ്ത് ഇസ്രായേലിന്റെ കൂടെ വീണ്ടും നോർമലൈസേഷൻ ആയിട്ട് പോവാം, ഇസ്രായേലിന്റെ കൂടെ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ്, ബിസിനസ് റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവാം എന്നുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് നെതന്യാഹുവിന്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസിന്റെ ലെവറേജും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ആ ഒരു ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾ കിട്ടിക്കോട്ടെ, അതിന് നമുക്ക് യാതൊരുവിധ ഒബ്ജക്ഷനും ഇല്ല. പക്ഷേ ഗാസ എന്ന് പറയുന്നത് ഇസ്രായേലിന് എപ്പോഴും ഒരു ത്രെട്ടാണ്. അതിനെ വളരെ വൃത്തിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് ഏറ്റെടുക്കൂ, അല്ലാതെ അതിനെ ആ ഒരു രീതിയിൽ കാണാതെ അത് ഞങ്ങൾക്കൊരു ത്രെട്ട് അല്ല എന്നുള്ള നിലയിൽ വളരെ ലാഭകത്തോട് അതിനെ ഹാൻഡിൽ ചെയ്ത് വീണ്ടും പാലസ്തീനിയൻ അതോറിറ്റിക്ക് തന്നെ കൈമാറാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനോട് ഇസ്രായേലിന് യോജിപ്പില്ല എന്ന് വളരെ ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സിറിയയ്ക്കുള്ളിൽ തുർക്കി അതിരൂക്ഷമായ രീതിയിലുള്ള ഡോമിനേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇസ്രായേലിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു സംശയം, അതായത് ഈ ഒരു തുർക്കിയുടെ ഈ ഒരു ആക്ടിവിറ്റി കണ്ടിട്ട് ഇസ്രായേലിന് വന്നിരിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഇറാൻ സിറിയയിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു ഭീഷണിയായി തുർക്കി മാറുമോ ഇസ്രായേലിന് എന്നുള്ളൊരു തരത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇത് ചർച്ച മാത്രമല്ല, തുർക്കിയെ അറ്റാക്ക് ചെയ്യാൻ ഏത് നിമിഷവും തയ്യാറായിരിക്കണം ഇസ്രായേൽ എന്നുള്ളൊരു മെസ്സേജാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. കാരണം തുർക്കി ആ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. തുർക്കിക്ക് ഒരു ഓട്ടോമൻ എംപററിന്റെ ആ ഒരു മെത്തേഡ്, ആ ഒരു മൈൻഡ് സെറ്റ് തലയിൽ എപ്പോഴും വരുന്നുണ്ട്. അതുകൊണ്ട് അവര് കൃത്യമായിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് അവർ വിജയിക്കുന്നോ തോൽക്കുന്നോ ഒരു വിഷയമേ അല്ല, പക്ഷെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ അവരൊരു സാഹചര്യം ഒരുക്കും. ആ ഒരുക്കുന്നതാണ് അവർക്കുള്ള ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് അവർ കാണുന്നത്. അതിലൂടെ അവർ പല രീതിയിലും കോൾ ഫോർ ചെയ്യും. ഈ കോൾ ഫോർ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ചേർന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് അവർ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും അവർ ക്ഷണിക്കും. അപ്പൊ അത് ഇറാൻ ക്ഷണിക്കുന്ന പോലെയോ അല്ലെങ്കിൽ പാലസ്തീൻ ക്ഷണിക്കുന്ന പോലെയോ അല്ലെങ്കിൽ HTS ക്ഷണിക്കുന്ന പോലെയോ ആവില്ല. ആ ഒരു ക്ഷണം വേറെ രീതിയിലായിരിക്കും, അതിന് വേറൊരു മാനം കൈവരും. അപ്പോഴത്തേക്കും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വേറെയും കുറെ രാജ്യങ്ങൾ ഇതിനകത്ത് വന്ന് പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ എങ്ങനെ ചെറുക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നമ്മൾ റെഡിയായിരിക്കണം എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഇസ്രായേലിന്റെ കരുതലുകൾ വെറുതെ അല്ല, അവരുടെ മൊസാദ്, ഷിൻബറ്റ് പോലത്തെ ഇന്റലിജൻസ് ഏജൻസികളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണിത്. ഇറ്റ് മീൻസ് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് തുർക്കിയുടെ ഭാഗത്തുനിന്ന്. അതാണ് ഇസ്രായേൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. നോർത്തേൺ ഗാസ ഭാഗത്ത് കിഫർ ബ്രിഗേഡ് എന്ന് പറഞ്ഞ ഒരു ബ്രിഗേഡ്, അവര് ഒരു ഡേഞ്ചറസ് ബ്രിഗേഡാണ്. അവർ ഈ ഒരു നെറ്റ്സറീം കോറിഡോർ ഭാഗത്താണ് അവർ തമ്പടിച്ച് പ്രവർത്തിക്കുന്നത്. ആ ഒരു ബ്രിഗേഡിൽപ്പെട്ട ഏതാണ്ട് 300ഓളം ആൾക്കാരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 300ഓളം തീവ്രവാദികളെ ഇസ്രായേൽ IDF തീർത്ത് കളഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ടാണ് അവർക്ക് ഈ ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിനെ അവരൊരു സക്സസ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. ഒരു 300 പേരെ ഈ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ, ഈ ഒരു കിഫർ ബ്രിഗേഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഇനി ഇല്ലാതാനും ആ രീതിയിലാണ് അവരെ നാമാവിശേഷമാക്കി കളഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ. ഈ ഒരു വീഡിയോയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഒന്ന് ആ എർത്ത് ക്വൈക്ക്, 2 ഈ ഒരു UAEയുടെ ഒരു പ്രൊപ്പോസൽ, അതായത് അബുദാബി അഡ്മിനിസ്ട്രേറ്റീവ് ടീമാണ്, മനസ്സിലായി, അബുദാബി അഡ്മിനിസ്ട്രേഷൻ ഏർപ്പെടുത്താനാണ് ഗാസയിൽ ശ്രമിക്കുന്നത്. UAE ആണ് ശ്രമിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലസ്തീനിലുള്ള ഈ ഗാസയിലുള്ള കുറച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അബുദാബി ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷെ ഇത് ഇസ്രായേലിനും കൂടെ സ്വീകാര്യമാകുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങളാവണം. അപ്പൊ അതിൽ അബുദാബി കുറച്ച് കാര്യങ്ങളോട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ ഇസ്രായേൽ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് മുഹമ്മദ് അബ്ബാസ്, അത് ഇതിനു മുമ്പ് പാലസ്തീനിയൻ അതോറിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. അപ്പൊ അയാളെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേൽ അതിന് നോ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു വ്യക്തി ഇതിനു മുമ്പ് ഗാസ റൂൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് സൽമാൻ ഫയാദ് എന്ന് പറഞ്ഞിട്ട്. സൽമാൻ ഫയാദ് ശരിക്കും പറഞ്ഞാൽ വേൾഡ് ബാങ്കിലൊക്കെ എക്കണോമിക് ഫോറത്തിലൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടും അതേപോലെ വേൾഡ് ബാങ്കിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുമാണ്. അപ്പൊ അങ്ങനെ US താല്പര്യപ്പെടുന്ന ആൾക്കാരെയും കൂടെ ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഗാസ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബിഗ് നോ ആണ് വന്നിരിക്കുന്നത്. അതായത് ഓൾറെഡി റൂൾ ചെയ്ത ആൾക്കാർ വേണ്ട എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ വളരെ വളരെ പ്രിസൈസ് ആണ്, വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരുടെ തീരുമാനത്തിൽ അവർ ഓൾറെഡി തന്നെ ഗാസയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ള ആക്ഷൻ പ്ലാൻ കൃത്യമായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇസ്രായേൽ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഓക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, UAE പറഞ്ഞാൽ സർവ്വസാധാരണമായിട്ട് ഓക്കെ പറയേണ്ടതാണ് ഇസ്രായേൽ. പക്ഷേ എന്തുകൊണ്ട് അവർ കുറച്ച് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ട്രംപ് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു ജുദയ സമാരിയ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് കൃത്യമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അത് എടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തീരുമാനമാവൂ. കാരണം ഇപ്പോഴും ഗാസയ്ക്കുള്ളിൽ അവിടെ ഇവിടെ നിന്ന് 1-2 റോക്കറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇതിനൊരു ചെറിയ ഡിലേ വരുത്തുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ ഒരു ക്ലോസ് ഡോർ മീറ്റിംഗിൽ എന്താണോ സംഭവിച്ചത് നമുക്ക് അറിയത്തില്ല.
അപ്പോൾ കൃത്യമായ ഡെവലപ്മെന്റുകൾ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഈ അണിയറയിൽ ചെറിയ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഗാസയെക്കുറിച്ചുള്ള ഡിസ്കഷൻസും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ, ഇസ്രായേൽ, US ഇവർ 4 പേരും കൂടെ എന്തൊക്കെയോ പ്ലാനുകൾ അണിയറയിൽ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.